ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് ഗൈസ്, വെറുതെ പറയില്ല. സോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ബ്രെഡ് ഇങ്ങനെ ആക്കണ്ട, അതൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി എടുക്കണം. അതിങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് സോസ് ആക്കാം. ധനിയം കഴിച്ചിട്ട് കഴിയാറായി. അതുകൊണ്ട് അത് തണുപ്പുണ്ട്. ഇങ്ങനെ ഫുള്ള് കവർ ചെയ്യണം. കുട്ടികളാരും അമ്മയുടെ അച്ഛനോട് പറയണത് ചെയ്യരുത്. ഇഷ്ടം കിട്ടില്ല. ചെറുതായിട്ട് തന്നെ കൈ കഴുകിയിട്ട് വരാം. സോ ഗൈസ്, ഇനി നമ്മൾ ഈ സോസ് ആക്കിയത് കുറച്ചും കൂടി ആക്കാനും ഒക്കെ മിക്സ് ചെയ്യണം. കഷ്ണങ്ങളിലൊക്കെ മിക്സ് ചെയ്യണം. അത് നിങ്ങൾക്ക് സോസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ജാം ഉണ്ടല്ലോ, ജാം അങ്ങനെ ചെയ്താൽ മതി. ഇനി ചെയ്യുന്ന സ്റ്റെപ്പ് കുട്ടികൾ ആരും ചെയ്യരുത്. ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. എണ്ണ എടുക്കട്ടെ.
നമുക്കിത് വറുത്തെടുക്കാം. ഓക്കെ, ഇതിങ്ങനെ ഇട്ടാൽ മതി. ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. പോസ്റ്റ് ടേസ്റ്റ് ചെയ്യാം ഗൈസ്. അതിങ്ങനെ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ടാണ് നല്ല നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ചില്ലി സോസ് ആണെങ്കിൽ അടിപൊളിയാണ്. ചില്ലി സോസ് മാന്തിയെടുത്തിട്ട് കുറച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സോസിടാൻ മറന്നാലും അത് കഴിഞ്ഞിട്ട് സോസും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. വീട്ടിലെ ഫോർക്ക് ആ കണ്ടെങ്കിൽ ഇട്ട് വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ വീട്ടിൽ കുറേ ഉണ്ട്, പക്ഷെ ഒന്നും ആവശ്യം നേരത്തെ കിട്ടില്ല. അത് അതുപോലെ കാണില്ല, ആവശ്യം നേരത്തെ ഒന്നും കിട്ടില്ല. ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് അങ്ങനെ കിട്ടും. അതാണ് കുഴപ്പം. നമ്മുടെ വീട്ടിൽ പൂത്തൊക്കെ ഉണ്ടാവില്ലേ, പൂത്തിക്കൊണ്ട് കഴിക്കാൻ നല്ല ഇഷ്ടം. കഴിക്കാൻ നല്ല രസം.
ഞാൻ ഇത്രയും ഉണ്ടാക്കിയത് അതും 2 ബ്രെഡാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ബ്രെഡ് റോസ്റ്റ് ചെയ്യണം. കുറച്ച് സോസും പിന്നെ റോസ്റ്റ് ചെയ്യുമ്പോൾ എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്താലും മതി. നെയ്യിലാവും ചിലവർ. അപ്പോൾ എണ്ണ റോസ്റ്റ് ചെയ്യുമ്പോൾ നെയ്യ് അത് ആക്കരുത്, എണ്ണ ആക്കരുത്, പാനിൽ എണ്ണ വെച്ചിട്ട് വേണം ആക്കണം. ഇതിൽ സോസ് വേണം ആഡ് ചെയ്യാൻ. നമ്മൾ നെയ്യ് വരട്ടില്ലേ മറ്റേല്, അപ്പോൾ കുറച്ച് കഷ്ണങ്ങളാക്കി സോസ് വരട്ടിയാൽ മതി. പിന്നെ റോസ്റ്റ് എടുക്കണ പോലെ ആ പാനിൽ കുറച്ച് എണ്ണ വെച്ച് റോസ്റ്റ് എടുക്കുക. അതെ, ആകെ 3 സ്റ്റെപ്സേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് കഷ്ണങ്ങളാക്കുക, രണ്ടാമത്തെ സോസ് ആഡ് ചെയ്യുക, മൂന്നാമത്തെ എണ്ണയിലിട്ട് വറുക്കുക. അതും നന്നായി മുഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കരിക്കരുത്. ആരും ഇത് ഉണ്ടാക്കരുത്. അമ്മ അച്ഛൻ്റെ അടുത്തും പറഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ. കൊതി വരുന്നുണ്ടെന്നറിയാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും. ബൈ.